ഞാൻ ഡോക്ടർ ഷംസുദ്ദീൻ. വീട്ടിൽ ഒരു കുട്ടി മാത്രമായിരിക്കുമ്പോൾ, അതായത് മൂത്ത കുട്ടി, ഫസ്റ്റിലത്തെ കുട്ടി ഉണ്ടായിരിക്കുമ്പോൾ എല്ലാവരുടെയും സ്നേഹവും പരിഗണനയൊക്കെ ആ കുട്ടിയിലായിരിക്കും. അപ്പോൾ അങ്ങനെ എല്ലാവരുടെയും സ്നേഹ ലാളനകളൊക്കെ ഏറ്റ് രാജാവിനെ പോലെ വാഴുമ്പോഴാണ് രണ്ടാമത്തെ കുട്ടി ഉണ്ടാവുക. സ്വാഭാവികമായിട്ടും ചെറിയ കുട്ടിയായതുകൊണ്ടും കൂടുതൽ ശ്രദ്ധ ആവശ്യമുള്ളതുകൊണ്ടും രക്ഷിതാക്കളുടെ ശ്രദ്ധ അങ്ങോട്ട് തിരിയും. അപ്പോൾ മൂത്ത കുട്ടിക്ക് ഫീൽ ചെയ്യുന്നത് അവരിത് തിരിച്ചറിയാനുള്ള കഴിവില്ല. അപ്പം മൂത്ത കുട്ടി ആ കൊച്ചു മനസ്സ് ചിന്തിക്കുന്നത് രണ്ടാമത്തെ കുട്ടി വന്നതോടുകൂടി ആളുകൾക്കൊക്കെ, വീട്ടിലുള്ള ആളുകൾക്കൊക്കെ എന്നോടുള്ള സ്നേഹവും പരിഗണനയൊക്കെ നഷ്ടപ്പെട്ടു എന്നാണ്. അത് അവരിൽ പല രീതിയിലുള്ള വൈകാരിക പ്രശ്നങ്ങളിലേക്ക് നീങ്ങാറുണ്ട്. ഇപ്പം അടുത്താണ് ഒരു കുട്ടി, ഒരു 8 വയസ്സുള്ള കുട്ടി ഒരു പിഞ്ചു കുഞ്ഞിനെടുത്ത് കിണറ്റിലേക്ക് ഇട്ട വാർത്ത നമ്മൾ കണ്ടതാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കുള്ള കാരണം നമ്മുടെ ചെറിയ ശ്രദ്ധക്കുറവാണ്. അപ്പം മൂത്ത കുട്ടിയുടെ മാനസികാവസ്ഥയെ ബാധിക്കാത്ത രീതിയിൽ രണ്ടാമത്തെ കുട്ടിയെ നമ്മൾ കെയർ ചെയ്യേണ്ട രീതിയെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്, നാം രണ്ടാമതൊരു കുട്ടിക്ക് വേണ്ടി തയ്യാറാകുമ്പോൾ തന്നെ ഈ വീട്ടിലുള്ള കൊച്ചു കുട്ടിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം, നിനക്ക് വേണ്ടിയാണ് കുട്ടി. അതിന് നമുക്ക് ചില ഉദാഹരണങ്ങൾ പറയാം. അതായത് തൊട്ടടുത്ത വീട്ടിലൊക്കെ 2 കുട്ടികളുണ്ട്, അല്ലെങ്കിൽ ഒരു അനിയനുണ്ട്, ഒരു അനിയത്തിയുണ്ട്. അപ്പം നിനക്കും ഒരു അനിയത്തി വേണം, അല്ലെങ്കിൽ ഒരു അനിയൻ വേണം, നിനക്ക് കളിക്കാൻ ഒരാൾ വേണം എന്ന രീതിയിൽ അവൻ്റെ ഒരു ആവശ്യമാക്കിയിട്ട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തിക്കുക. അത് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പോൾ അവൻ്റെ ഉപബോധ മനസ്സിൽ അത് ഉൾക്കൊണ്ട് തുടങ്ങും. രണ്ടാമത്, ഗർഭിണിയാവുന്ന സമയം മുതൽ തന്നെ വയറ് കാണിച്ചു കൊടുത്ത് നിൻ്റെ കൊച്ചു വാവയാണ് വളർന്നു വരുന്നത്, വീട്ടിൽ ആര് വരുമ്പോഴും കാണാൻ വരുമ്പോഴൊക്കെ പറയേണ്ടത് ഇതാ ഇവൻ്റെ വാവയാണ്, ഇവൻ്റെ വാവയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ മൂത്ത കുട്ടിക്ക് അവൻ്റെ ഉപബോധ മനസ്സിലറിയാതെ അവൻ്റെ ഒരു പ്രിയപ്പെട്ട ഒരാൾ വരുന്നു എന്ന ഫീലിംഗ് ഉണ്ടാക്കാൻ കഴിയും. ഇനി പ്രസവിച്ച് കഴിഞ്ഞാൽ വലിയ കുട്ടി ഈ കൊച്ചു കുഞ്ഞിൻ്റെ അടുത്തൊക്കെ വന്നിരിക്കുന്ന സമയത്ത് ചില വീടുകളിൽ നിന്നൊക്കെ ശ്രദ്ധിക്കാറുണ്ട്, വലിയ ആളുകളൊക്കെ അയ്യോ അതിനെ തൊടാൻ പാടില്ല, അതിൽ നിന്ന് അങ്ങോട്ട് മാറി നിൽക്കുമെന്ന് പറഞ്ഞ് മൂത്ത കുട്ടി അകറ്റുന്നത് കാണാറുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. വരുന്ന ആളുകളോടൊക്കെ പരിചയപ്പെടുത്തേണ്ടത് ഇത് ഇവൻ്റെ വാവയാണ് കേട്ടോ, ഇവൻ്റെ കുട്ടിയാണ് കേട്ടോ. അതങ്ങനെ എല്ലാം ആ മൂത്ത കുട്ടിയുടെ ഒരു കുട്ടിയാക്കി ഈ കുട്ടിയെ നമ്മൾ മാറ്റണം, ചെറിയ കുട്ടിയെ മാറ്റണം. അപ്പോൾ അതുപോലെ മൂത്ത കുട്ടിക്ക് അതുവരെ കൊടുത്തിരുന്ന എല്ലാ സ്നേഹവും പരിഗണനയും കൂടുതൽ പരിഗണനയും കൊടുക്കുകയും വേണം. അപ്പോൾ ഒരിക്കലും മൂത്ത കുട്ടിയും ചെറിയ കുട്ടിയും തമ്മിൽ എന്തുണ്ടാവില്ല, മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, വൈരാഗ്യം ഉണ്ടാവില്ല. അപ്പം മൂത്ത കുട്ടിയുടെ മാനസികാവസ്ഥയെ നല്ല രീതിയിൽ നിലനിർത്തുന്നതാണ്. പലപ്പോഴും രക്ഷിതാക്കൾ ഇതിൽ പരാജയപ്പെടാറുണ്ട്. അതുകൊണ്ട് മൂത്ത കുട്ടികളിൽ പല രീതിയിലുള്ള മാനസിക സംഘർഷങ്ങളും ഉണ്ടാവാറുണ്ട്. ലവ് യു ഓൾ. താങ്ക് യു.